ഇടുക്കി പൂപ്പാറ പന്നിയാർപ്പുഴയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കണമെന്ന് കേരള ഹൈക്കോടതി ഉത്തരവ്. റവന്യൂ വകുപ്പ് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കാനാണ് കോടതിയുടെ നിർദ്ദേശം. അതേസമയം ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി പുത്തൻപുരയ്ക്കൽ ബിജുകുമാരൻ, നാഗയ്യ തുടങ്ങിയവർ കെട്ടിടം നിർമ്മിക്കുന്നത് ചൂണ്ടിക്കാട്ടി BJP ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2022 ഡിസംബറിൽ കേരള ഹൈക്കോടതിയിൽ പരാതി നൽകിയിരുന്നു. പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി അനധികൃത നിർമ്മാണം പരിശോധിച്ച് നടപടിയെടുക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തി. അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ജില്ലാ കളക്ടർക്കും നിർദ്ദേശം നൽകി. റവന്യൂ വകുപ്പിന്റെയും ജില്ലാ കളക്ടറുടെയും പരിശോധനയിൽ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 അനധികൃത കെട്ടിടങ്ങൾ കണ്ടെത്തി. അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവൻ മുഖേന ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ടിനെ തുടർന്ന് 6 ആഴ്ചയ്ക്കുള്ളിൽ പൂപ്പാറ പന്നിയാർപ്പുഴയിലെ 56 കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്നാണ് റവന്യൂ വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്നാൽ ഇതിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കോടതിയെ സമീപിക്കാനാണ് പൂപ്പാറ നിവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. കോടതി സ്വമേധയാ ഒരു കേസ് എടുത്തിരിക്കുന്നു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്താണ് ഇവിടെ, ആരാണ് കയ്യേറിയിരിക്കുന്നത്, എന്താണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്, എവിടെയാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്, എന്നാണ് ഈ കയ്യേറ്റം നടന്നിരിക്കുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചൊന്നും യാതൊരു വ്യക്തതയും വരുത്താതെ ആരോ ഒരാൾ ഒരു പരാതിപ്പെട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ 56 കടകളും വ്യാപാര സ്ഥാപനങ്ങളും മുഴുവൻ ഒന്നായി ആരാധനാലയങ്ങൾ അപ്പാടെ ഇവിടുന്ന് നീക്കം ചെയ്യണമെന്നുള്ള ഈ ഹൈക്കോടതി ഉത്തരവ് വന്നിരിക്കുന്നത്. അതിനെ ഒരു കാരണവശാലും ഞങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നമേ. 60 വർഷക്കാലമായി താമസിച്ചു വരുന്ന വീടും നാടും ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് നാട്ടുകാരും പറയുന്നു. பிறந்தது வளர்ந்ததெல்லாம் இங்கே தான், பிறந்தது வளர்ந்தது வியாபாரம் பண்ணுறது எல்லாமே நாங்கள் இங்கே தான். திடுதுப்புன்னு வந்துட்டு எங்களை இங்கேருந்து வெளியேறி போச்சோன்னா நாங்கள் எங்கே போவோம்? இங்கேருந்து தமிழ்நாடு போனாலும் அங்கேயும் பிழைக்க முடியாது, இங்கேயும் பிழைக்க முடியாது. அப்போ நாங்கள் என்ன தான் செய்கிறது? அப்போ எங்களை கொண்டுட்டு கூட இந்த இடத்துல இருந்து എങ്ങളെ അനുപ്പി വിടുங்க. 10-60 വർഷമായിട്ട് ഞങ്ങളുടെ കാരണവന്മാരും സ്വത്തുക്കളായിട്ട് ഞങ്ങളിവിടെ താമസിക്കുന്നതാണ്. ഞങ്ങൾക്ക് ആത്മഹത്യ അല്ലാണ്ട് ഞങ്ങൾക്ക് വേറൊരു നിർവാഹമില്ല. ഞങ്ങൾ ഇവിടുന്ന് ഒഴിഞ്ഞു പോകൂല. ഞങ്ങൾക്ക് ഇതേ ഉള്ളൂ ഞങ്ങളുടെ ജീവിത മാർഗമായിട്ടുള്ളത്. കോടതി തങ്ങളുടെ ഭാഗം കേട്ട് അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ 56 കെട്ടിട ഉടമകളുമുള്ളത്. ജനം, ഇടുക്കി.